തലമുറിഞ്ഞ കേരളം ഇപ്പോൾ കാല് മുറിക്കുന്ന കാലം. വളരെ ഗൗരവമായ കേരളം നേരിടുന്ന ജാതിയും മതവുമൊന്നുമില്ലാത്ത ഒരു പ്രധാന വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. തലമുറിഞ്ഞു പോയതാണ് കേരളം എന്ന് പറയാൻ കാരണം പലപ്പോഴും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനാവില്ല, അവരെ മുന്നിൽ അങ്ങനെ നാട്യം നടത്താനാവില്ല, അവർ വളരെ സ്വതന്ത്രരാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വായനാശീലം കൊണ്ട് അവരെല്ലാം ഉത്ബുദ്ധരായി, പ്രബുദ്ധരായി, കുബുദ്ധരായി എന്നൊക്കെ പറയുന്നെങ്കിലും ഒരു കുബുദ്ധിയുമായില്ല എന്ന് മലയാളികളെ അടുത്തറിയുമ്പോൾ നമ്മളെല്ലാവരും പഠിക്കും. പല പല മുൻവിധികളാൽ, ചിന്തകളാൽ ബന്ധിതമായ ഇതുപോലത്തെ ഒരു സമൂഹം വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ തലമുറിച്ച് കളഞ്ഞവർ എന്ന് പറഞ്ഞത്. ജാതിയുടെ, മതത്തിൻ്റെ, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ, അതുപോലെ തന്നെ മുൻവിധികളുടെ, സാമ്പത്തികത്തിനോടുള്ള കൊതിയുടെ, ആർത്തിയുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ് ബാക്കി ഏത് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും കേരളം എന്നതാണ് സ്ഥിതി. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു നിശ്ചിത ശതമാനം ജനങ്ങൾ അങ്ങനെ ആർത്തിയും ആഗ്രഹവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗണത്തിൽ വരുന്നവരുണ്ടാവും. ബാക്കി കുറേ പേർ പാവങ്ങളായിരിക്കും. എന്നാൽ ഇവിടെ ഈ പറയുന്ന വിരലിലെണ്ണാവുന്ന ഈ ബോധം നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ നേരിടുന്നവരോ ഒഴിച്ചെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ വരും. തലമുറിച്ച് കളഞ്ഞവരാന്ന് തോന്നിപ്പോവും. അതിന് ഒരുപാട് ഉദാഹരണമൊക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുള്ളത് പോലെ കേരളത്തിൽ നിന്ന് നമ്മുടെ കാലത്ത് ഓർമ്മയിലൊന്നും ഒരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റവും ഒന്നും ഉണ്ടായിട്ടില്ല. മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും അല്ലെങ്കിൽ ദേഷ്യങ്ങളുടെയും ധാർഷ്ട്യങ്ങളുടെയും ഒക്കെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടിൻ്റെ ട്രെൻഡും അതും ഇതുമൊക്കെ മാറിയും മറിഞ്ഞും അടിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഏതെങ്കിലും വലിയൊരു മുന്നേറ്റം, കർഷക സമരം പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൗരത്വ സമരം പോലെ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് പറയാൻ കാര്യം എന്താ അറിയോ? മദ്യനയത്തിൽ ഏറ്റവും വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് നൽകി എന്ന് പറഞ്ഞ ഒരു സംഗതി രാഷ്ട്രീയമായി ചർച്ച നടക്കുകയാണ്. അപ്പോൾ മറുപക്ഷത്തുള്ള കുറേ പേർ വന്നിട്ട് ഈ മദ്യം വ്യാപകമാക്കാൻ ഒഴുക്കാനുള്ള സർക്കാരിൻ്റെ ഗൂഢനീക്കത്തിൻ്റെ ഭാഗമാണിതെന്ന് സംശയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ അടിയിലും വന്നെല്ലാവരും സബാഷ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുക. അവരാരാണ്? അവർ ഒരു നിയമവും നിയന്ത്രണവും ഇല്ലാതെ രാജ്യം മുഴുവൻ മദ്യപ്പുഴ ഒഴുക്കിയതാണ്. എല്ലാം അടഞ്ഞു കിടന്ന കേരളത്തിൽ മദ്യത്തിൻ്റെ ലഭ്യത ഏറ്റവും കൂടുതൽ ഉറപ്പുവരുത്തിയവർ അവരാണ് ഒരു നിയമവും നിയന്ത്രണവും ഇല്ലാതെ സ്കൂളും ആശുപത്രിയും പള്ളിയും അമ്പലവും ഒന്നും നോക്കാതെ ലൈസൻസുകൾ യഥേഷ്ടം കൊടുത്തത്, 2 മണിക്കൂറോ 3 മണിക്കൂറോ കൂട്ടിക്കൊടുത്തത്. എന്നിട്ട് അവരാണ് വന്നിത് പറയുന്നത്. അവർ യഥാർത്ഥത്തിൽ അങ്ങനെ കൂട്ടിക്കൊടുത്തതിൻ്റെ മറ്റൊരു പരിണിതിയാണ് ഈ തലമുറിച്ച കേരളത്തിൽ കാല് മുറിക്കപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്ര പേര് ഈ വിഷയത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഓരോ മണിക്കൂറിലും ഓരോ ആളുകളുടെ കാല് മുറിക്കുകയാണ്. ശരാശരി ഒരു ദിവസം 20 മുതൽ 40 പേരുടെ കാലുകളാണ് കേരളത്തിൽ മുറിക്കപ്പെടുന്നത്. ഈ കാലുകൾ മുറിക്കപ്പെടുന്നവരിൽ നല്ലൊരു ശതമാനം പേരും തികഞ്ഞ മദ്യപാനികളാണ്. അതുപോലെ തന്നെ ഡയബറ്റിക്കിൻ്റെ അസുഖവുമുള്ളവരാണ്. പ്രമേഹ രോഗം വ്യാപകമായുണ്ട്. പണ്ടൊക്കെ നമ്മൾ അധ്വാനിക്കുന്നവരിൽ ഇത് കാണില്ല, തൊഴിലാളികൾക്കിടയിൽ ഇത് പ്രമേഹം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വിലയിരുത്തിയിരിക്കുന്നതെങ്കിലും പല ഘടകങ്ങളാൽ, പാരമ്പര്യ ഘടകങ്ങൾ, ഭക്ഷണരീതി, മറ്റ് ഇപ്പോൾ ഈ കോവിഡാനന്തര സാഹചര്യങ്ങൾ ഒക്കെ കാരണമായി ഒരുപാട് ആളുകളിൽ കാര്യമായ പ്രമേഹബാധയുണ്ട്. ഈ കാര്യമായ പ്രമേഹബാധ അത് സമയത്ത് ചികിത്സിക്കുന്നതിനോ അത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനോ ബോധവും ബോധ്യവുമൊക്കെയുള്ള ആളുകൾ ശ്രമിക്കുമെങ്കിലും മദ്യപിക്കുന്ന ആളുകൾ ഇതൊട്ടും മൈൻഡ് ചെയ്യത്തേയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. നമ്മൾ വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലും ബാറുകളുടെ മുന്നിൽ ചെന്ന് നിന്ന് ബിവറേജസ് കോർപ്പറേഷൻ്റെ അവിടെ ചെന്ന് നിന്ന് നോക്കിയാൽ സർക്കാർ ചെലവിൽ ഈ സാധനം ഒഴിച്ചു നൽകി ഈ കാല് മുറിക്കുകയും കൈമുറിപ്പിക്കുകയും അപകടമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ മാത്രമേ കാണുകയുള്ളൂ. പുറം രാജ്യങ്ങളിലൊക്കെ കൃത്യമായ പെർമിറ്റ് സമ്പ്രദായമുണ്ട്. ആ പെർമിറ്റ് സമ്പ്രദായത്തിൽ വാങ്ങുന്നതിന് ഉത്തരവാദിത്തമുണ്ട്. എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് പണ്ടത്തെ പോലെ ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വിൽക്കുന്ന മദ്യത്തിൻ്റെ അതിനകത്ത് ചേർക്കുന്നത് എന്താണ്, അതിൻ്റെ ഗുണനിലവാരം എന്താണ്, അതിലെന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് അത് ഉണ്ടാക്കുന്നത്, ആരെങ്കിലും പരിശോധിക്കുന്നുണ്ട്? ആരെങ്കിലും പരിശോധിക്കണമെന്ന് പറയുമോ? പറയില്ല. നമ്മൾ ചിലപ്പോൾ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കാതിരിക്കുന്നതിന് വലിയ നടപടിയും മറ്റേതുമൊക്കെ ഉണ്ടാവും.
പക്ഷേ ഇതിനകത്ത് എന്തുവാ ചേർക്കുന്നത്? എലിവിഷമാണോ പാഷാണമാണോ? ആരന്വേഷിക്കുന്നു? പണ്ടത്തെ കാലത്ത് നമ്മൾ പറയും ഈ വാറ്റ് അതുപോലെയുള്ള സ്പിരിറ്റ് തുടങ്ങിയ വ്യാജ സമ്പ്രദായങ്ങളിലൂടെ ആളുകളുടെ കണ്ണ് പോകുന്നു, കരളടിച്ചു പോകുന്നു, കാലടിച്ചു പോകുന്നു, കൈയടിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ഇന്നത് വളരെ കുറവാണ്. ഒരു സർക്കാർ സംവിധാനം തന്നെ നികുതി കൊടുത്ത് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അത് നിയന്ത്രിച്ചാണ് അത്തരമൊരു കാര്യം ഇന്ന് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ റേഷനിങ് സമ്പ്രദായത്തിൽ എങ്ങനെയാണോ RIയും AIയും സപ്ലൈ ഓഫീസും ഒക്കെ ഉള്ളത്, അതുപോലൊരു സമ്പ്രദായത്തിലൂടെയാണ് ഈ ചാരായം വിൽക്കുന്നത്. ചാരായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുപ്പി കിട്ടുന്ന ചുവന്ന സാധനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലെന്തുണ്ട് എന്തില്ല എന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നു? ഷുഗറിൻ്റെ അസുഖമുള്ളവൻ ഇത് കുടിച്ചാൽ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും എന്നുള്ള കാര്യം ഇതാരെങ്കിലും പരിഗണിക്കുന്നു? ഒരാളും പരിഗണിക്കുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ കൂടിയിട്ട് നിങ്ങളിപ്പോൾ വൈകുന്നേരം കടകളുടെ മുന്നിലൂടെ പോകുമ്പോൾ ബ്യൂറേസ് ഔട്ട്ലെറ്റ് കാണുന്നത് എന്താ? മുഴക്കോലും അതുപോലെ തേപ്പ് വലകയും കഴുകാത്ത കരണ്ടിയും ഒക്കെയായി വന്ന് സ്കൂട്ടറിൽ വന്ന് നിന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് പോവുക. അവൻ്റെ ശമ്പളത്തിൻ്റെ പകുതി കാശിന് ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി ഈ വിഷം കഴിക്കുക. അതിന് കണക്കും കൈയൊന്നും ഇല്ലാതെ കഴിക്കുക. അവന് ഷുഗർ രോഗിയായിരിക്കും, ഹൃദ്രോഗിയായിരിക്കും, പ്രഷർ രോഗിയായിരിക്കും, എന്നാലും കൊണ്ടുപോയി ഇത് കഴിക്കുക. ഇത് കഴിച്ചിട്ടോ ഇതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് ഹൃദ്രോഗം വരുന്നു. കോവിഡിനെ കുറ്റം പറയുന്നവരാരും മദ്യത്തെ കുറ്റം പറയുന്നില്ലല്ലോ. അലോപ്പതി ചികിത്സയെ കുറ്റം പറയുന്നവരാരും മദ്യത്തെ കുറ്റം പറയുന്നില്ലല്ലോ. ഹോമിയോപ്പതി ചികിത്സയെയും നാച്ചുറോപ്പതിയെയും ആയുർവേദത്തെയും കുറ്റം പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലെ ഡോക്ടർമാരാരും ഇതിനെ കുറ്റം പറയുന്നില്ലല്ലോ. എന്താ പറയാൻ പറ്റാത്തത്? അവിടെ എല്ലാം ഡിപ്ലോമാറ്റിക് അടി എന്ന് പറഞ്ഞ് കൂടുമ്പോഴെല്ലാം പല സ്ഥലത്തും ഉണ്ട്. ഇവിടുത്തെ പ്രബലമായ സമ്പന്നരുടെ സംഘടനകളിലെല്ലാം അവർ കൂടുന്ന യോഗങ്ങളിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ അടിയെന്ന് പറയുന്നത്. ഇവരൊക്കെ പിന്നെ കുറച്ചടിച്ച് പിരിയുമെങ്കിൽ മറ്റവർ നിന്നടിക്കും. ഭക്ഷണം വാങ്ങിക്കാൻ കാശില്ലെങ്കിലും നിന്നടിച്ചടിച്ച് മാറണം. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നറിയോ? ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 2 ലക്ഷം മുതൽ 2,90,000 3 ലക്ഷം ആളുകൾ വരെ കാല് മുറിച്ചവരാണെന്നാണ് പറയുന്നത്. കുറേ പേര് മുറിച്ച് കഴിഞ്ഞങ്ങ് പെട്ടെന്ന് മരിച്ചു പോകുന്നതുകൊണ്ടാണ് പിന്നീട് അതിൻ്റെ കണക്ക് ഇത്രയുമായി നിജപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കുന്നത്. ഒരു ദിവസം കേരളത്തിൽ 20 മുതൽ 40 ആളുകളുടെ വരെ കാല് മുറിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഏത് മെഡിക്കൽ കോളേജിലെ സർജറി വാർഡിൽ കയറി നോക്കിയാലും അവിടെ കാണുന്ന പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് ഇന്ന് ഈ കാലുമുറിക്കലാണ്. ഈ കാലുമുറിക്കലിലെ ഏറ്റവും പ്രധാന കുറ്റവാളി പ്രമേഹമാണെന്ന് പറയുമ്പോഴും ആ പ്രമേഹത്തെ വഷളാക്കുന്ന ഈ പറഞ്ഞ പാനീയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലമുറിച്ചതാണ് കേരളം. എന്നിട്ട് ആ തലമുറിച്ച കേരളം ഇപ്പോൾ കാല് മുറിക്കാനായി നിന്നു കൊടുക്കുക. ഈ കാല് മുറിക്കുന്നവരുടെ സ്ഥിതി എന്താണെന്നറിയോ? അതിൽ വെറും 5% പേർക്ക് മാത്രമാണ് അവർക്കൊരു സ്വാഭാവികമായി സഞ്ചരിക്കാൻ കഴിയുന്ന കൃത്രിമ കാലുകൾ പിന്നീട് ലഭിക്കുന്നത്. ബാക്കിയുള്ളവർക്കാർക്കും അതുപോലും ഇല്ല. ഒരാളിന്ന് ആരോഗ്യവാനായ ഒരാൾ കാല് മുറിച്ച് വീട്ടിലൊരു കട്ടിലിൽ കിടന്നാൽ ആ കുടുംബത്തിൻ്റെ സ്ഥിതിഗതികളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം തകിടം മറിയാണ്. അതിൻ്റെ പരിസരത്തൊക്കെ താമസിക്കുന്ന ആളുകൾ, ഞാനൊക്കെ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന കാല് മുറിച്ചവർക്ക് കൃത്രിമ കാല് കൊടുക്കുന്ന സംഗതിയായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ മുറ്റത്തൊക്കെ പറമ്പിലും ചുറ്റുപാടും ഒക്കെയുള്ള ആളുകൾ ഗേറ്റൊക്കെ തുറന്ന് വലിയ പ്രമാണിമാരെ പോലെ നമ്മൾ നോക്കും. 25,000 രൂപയുടെ ഒരു കാലിനാണ്. പക്ഷേ അതും വീണ്ടും അങ്ങനെ വെച്ചാലും അതും അലർജിയായി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മുറിച്ചു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യത്തെക്കുറിച്ച് കേരളം അത്രമേലൊന്നും ചിന്തിക്കുന്നില്ല. ഇത് ഒഴുക്കി കളിക്കുകയാണ്, ഇഷ്ടംപോലെ കൊടുക്കുകയാണ്. ഇത് കുടിച്ച് ഈ തലപോയ വർത്തമാനവും കാല് മുറിയുന്ന ആളുകളുമായി അവശേഷിക്കുകയാണ് കേരളം.